പത്തനംതിട്ട കൂടലിൽ യുവാവിനെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കൂടൽ പയറ്റുവിള സ്വദേശി 40 വയസ്സുള്ള രാജനാണ് മരിച്ചത്. പ്രതിയെന്ന് പോലീസ് സംശയിക്കുന്ന അയൽവാസി അനിൽ ഒളിവിലാണ്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി സുഹൃത്തിനൊപ്പം വീട്ടിലെത്തിയതാണ് രാജൻ. കൊലപാതകത്തിന്റെ പിന്നിൽ അയൽവാസിയായ സുഹൃത്ത് അനിലാണെന്ന് ഈ രാജന്റെ ബന്ധു പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശശി, ഇത് കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? എന്താണ് സംഭവിച്ചത് അവിടെ? ടോമെ, ഇന്ന് രാവിലെ 10 മണിക്കാണ് കൂടൽ വൈറ്റുവിളയിൽ സ്വദേശിയായ രാജനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ദേഹമാസകലം കുത്തേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. അദ്ദേഹത്തിന്റെ പിതൃസഹോദരിയാണ്, ഈ രാജന്റെ പിതൃസഹോദരിയാണ് വീട്ടിലെത്തുമ്പോഴാണ് രാജൻ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് എത്രയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഇത് പ്രധാനമായും പറയുന്നത് രാജന്റെ സുഹൃത്തായ തൊട്ട അയൽവാസിയായ അനിലാണ് ഇതിന് കാരണക്കാരൻ എന്നുള്ളതാണ് ഈ രാജന്റെ സഹോദരി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഇന്നലെ രാത്രി അനിലും രാജനും ഒന്നിച്ച് ഇവിടെ വീട്ടിലെത്തുകയും തുടർന്ന് മദ്യപിക്കുകയും വഴക്കുണ്ടാകുകയും ചെയ്തു. തുടർന്ന് അനില് രാജനെ കുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ സഹോദരി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനിലിന് വേണ്ടിയുള്ള അന്വേഷണം കൂടൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിട്ടുണ്ട്. എന്തായാലും അനിൽ തന്നെയാണ് കൊലപാതകത്തിന് പിന്നിലുള്ള എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. അതിനായുള്ള തിരച്ചിലാണ് അന്വേഷിക്കുന്നത്. അനിലിന്റെയും ഈ രാജന്റെയും വീടുകൾ തൊട്ട് അയൽവാസിയാണ്. അടുത്തടുത്താണ് വീടുകളുള്ളത്. ഇന്നലെ അനിലിന്റെ വീട്ടിൽ വെച്ചാണ് മദ്യപാനം ഇവർ നടത്തിയതാണ് പോലീസ് കരുതുന്നത്. കാരണം അനിലിന്റെ വീട്ടിൽ നിന്നും രാജന്റെ വീട്ടിൽ വരെയുള്ള ഭാഗങ്ങളിൽ ഈ രക്തക്കറകൾ, ആ വീട്ടിന്റെ ഭാഗത്ത് നിന്നും രാജന്റെ വീട് വരെയുള്ള ഭാഗം രക്തക്കറകളും ഇന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അനിലിന്റെ വീട്ടിൽ വെച്ച് ഇവർ മദ്യപിച്ചതിനു ശേഷം അവിടെ വെച്ച് വഴക്കുണ്ടാകുകയും അനില് രാജനെ കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം ഒരു പക്ഷേ ഈ രാജന്റെ വീട്ടിൽ കൊണ്ടിട്ടാകാമെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. അതിനനുസരിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത്. നിലവിൽ മുൻപും ഇവർ തമ്മിൽ വഴക്കുണ്ടാകുകയും ഒന്നിച്ച് മദ്യപിച്ചതിനു ശേഷം വഴക്കുണ്ടാകുകയും ചെയ്ത രീതി ഉണ്ടായിരുന്നു എന്നാണ് ഈ കൊല്ലപ്പെട്ട രാജന്റെ സഹോദരി പോലീസിനോട് വ്യക്തമാക്കിയിട്ട് അതിനനുസരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. തൊട്ടടുത്തൊന്നും ആൾ താമസമില്ലാത്ത ഒരു ഏരിയയിലാണ് ഈ 2 വീടുകളും ഉള്ളത്. ഇന്നലെ ഈ രാജൻ കൊല്ലപ്പെടുമ്പോൾ ഈ സഹോദരി അവിടെ ഇല്ല. രാജൻ മാത്രമാണ് ഈ വീട്ടിലുള്ളത്. മറ്റൊരു വീട്ടിലാണ് ഈ സഹോദരി ഉണ്ടായിരുന്നത്. രാവിലെ എത്തിയപ്പോഴാണ് രാജനെ ദേഹമാസകലം മുറിവേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത്. ഈ അനിലാണ് ഇതിന് കാരണമെന്നാണ് പോലീസിനോട് ഇവർ മൊഴി നൽകിയിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള അന്വേഷണം പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട്. ഒളിച്ച് ഏതെങ്കിലും തരത്തിൽ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ എന്താണ് അതിന്റെ കാരണമെന്ന് പരിശോധിക്കണം, അനിലിനെ കണ്ടെത്തണം. അതിനുവേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരീരമാസകലം കുത്തേറ്റ നിലയിലാണ് ഈ രാജന്റെ മൃതദേഹം കണ്ടെത്തിയത്. അനിലിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടൽ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ ഒരു രാജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റബ്ബർ തോട്ടത്തിനിടയ്ക്ക് വീട്ടിലെ ഷെഡിൽ മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് നമ്മൾ സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഇവിടെ സ്റ്റേഷനിൽ SI വന്ന് പരിശോധിച്ചപ്പോൾ രാജൻ പറഞ്ഞ ആളിൽ ഇവിടെ വയറിന് ഭാഗത്തിൽ ഒരു കത്തി കുത്തിയിട്ട് അവിടെ മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് വിവരം കിട്ടി. അപ്പോൾ ഇതേത്ര ഒരു സുഹൃത്തായ അയൽവാസിയായ ഒരു ആളാണ് ഈ ഇതേത്തര ഉണ്ടായിരുന്നത്. ഇതേ തന്നെ ചെയ്തതാണ് എന്ന് ഈ മരിച്ചാളുടെ റിലേറ്റീവ് നമുക്ക് ഇൻഫർമേഷൻ കൊടുത്തതാണ്. അപ്പോൾ അതേ ദൃക്സാക്ഷിയാണ് ഇങ്ങനെ 2 പേരും ഒന്നിച്ച് കണ്ടിരുന്നെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ ഈ പ്രതിയെ സസ്പെക്റ്റ് കിട്ടാനുള്ള ഒരു 4 അന്വേഷണ സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഫീൽഡിലാണ്. അപ്പോൾ ആ സസ്പെക്റ്റ് നോക്കുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ ഡോഗ് സ്ക്വാഡ്, നമ്മുടെ സയൻറ്റിഫിക് ടീം, ഫിംഗർ പ്രിൻറ്റ് അവരുണ്ട്. അവർ ഈ സംഭവ സ്ഥലത്തിലുള്ള പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. ഇവിടെ DNA സാമ്പിൾസ് എവിഡൻസ് ഉണ്ട്. അതുപോലെ അയൽവാസി സസ്പെക്റ്റ് പറയാനാൽ അടുത്തുള്ള വീട്ടുകാരാണ്. അപ്പോൾ അവിടെയും നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തി വരുന്നുണ്ട്. അതുപോലെ ഡോഗ് സ്ക്വാഡ് നമ്മളിവിടെ സെർച്ച് ചെയ്ത പോലെ ഇവിടേക്ക് സസ്പെക്റ്റ് പോയ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമ്മുടെ ടീം പോയിട്ടുണ്ട്. അതുപോലെ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്ത് പരിശോധിച്ച് വരുന്നുണ്ട്. ഈ പ്രതിയെ പെട്ടെന്ന് പിടിക്കാനുള്ള നടപടികൾ എടുത്തു വരുന്നുണ്ട്. അതുപോലെ ഇൻവെസ്റ്റിഗേഷനും നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ശശിനാരായണൻ വീണ്ടും ചേരുന്നുണ്ട്. ശശിനാരായണൻ, പോലീസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു, അനിൽ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത്. ഇരുവരും തമ്മിൽ ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പലപ്പോഴും ഇത്തരം സംഘർഷങ്ങൾ, ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിരോധത്തിന്, ഇരുവരും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്ക്, ഈ കൊലപാതകത്തിന് വരെയും കലാശിക്കാനുള്ള കാരണം എന്താണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്? ടോം, വാക്കുതർക്കമാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് ഈ 2 വീട്ടുകാരും അടുത്ത് താമസിക്കുന്നത്, 2 വീട്ടിലും ആൾ താമസമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ
രാജനെ കൊലപ്പെടുത്തിയ അനിലിന്റെ വീട്ടിലും അനിൽ മാത്രമാണ് താമസിക്കുന്നത്. രാജനും ഈ അപ്പച്ചിയുടെ വീട്ടിൽ, അതായത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആ രണ്ട് വീട്ടിലും ഇവർ രണ്ടുപേരും മാത്രമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ രണ്ടുപേരും ഇന്നലെ രാത്രിയിൽ ഇവിടെ എത്തിയതായി ബന്ധു തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. രണ്ടുപേരും ഒന്നിച്ചാണ് വന്നത്. അതിനുശേഷം ഇത് രാവിലെയാണ് ഈ രാജനെ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അനിലാണ് ഈ കൃത്യം നിർവഹിച്ചതെന്നുള്ളൊരു കണക്കൂട്ടിലാണ് പോലീസ് ഉള്ളത്. അനിലിന്റെ വീട്ടിൽ നിന്നും രാജന്റെ വീട്ടിലേക്കുള്ള രക്തക്കറകൾ, അവിടെയും രക്തക്കറകൾ കണ്ടിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും അനിലിന്റെ വീട്ടിൽ വെച്ച് ഈ കൃത്യം നടത്തിയതിനു ശേഷം, ഒരുപക്ഷെ കുത്തിയതിനു ശേഷം രാജൻ ഈ വീട്ടിൽ വന്ന് കിടന്നതാകാം, അല്ലെങ്കിൽ അനിൽ ഈ രാജനെ കൊലപ്പെടുത്തിയതിനു ശേഷം രാജനെ കൊണ്ട് ഈ വീട്ടിലിട്ടതാകാമെന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് എന്തായാലും പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണം, ശാസ്ത്രീയ പരിശോധന നടത്തി ഡോസ് കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. വിജനമായ ഒരു സ്ഥലമാണ്, റബ്ബർ തോട്ടത്തിന് നടക്കുള്ള രണ്ട് വീടുകൾ എന്ന് പറയുന്നത് ഷെഡുകൾ പോലുള്ള രണ്ട് വീടുകളാണ്. അവിടെ തൊട്ടടുത്ത് ആൾതാമസമില്ലാത്തൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കം, മദ്യപിച്ചതിനു ശേഷം വാക്കുതർക്കം ഉണ്ടായതിനു ശേഷമുള്ള കൊലപാതകമാണെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ബന്ധുവും അത്തരത്തിലാണ് ഈ രാജന്റെ പിതൃ സഹോദരിയും അത്തരത്തിൽ തന്നെയാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ ഈ രാജൻ തന്നെയാണെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മദ്യപിച്ച് സ്ഥിരം വഴക്കുണ്ടാക്കുന്ന രീതികൾ, ഇവർ തമ്മിൽ പരസ്പരം പല സമയങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം പല തരത്തിലുള്ള അയൽവാസികളും ഒക്കെ നേരത്തെ ഇവരെ പരിചയമുള്ള ആളുകളും പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള തർക്കം മദ്യപിച്ചതിനു ശേഷം ഉണ്ടായിരിക്കാം. ആ തർക്കമാണ് പിന്നീട് ഈ കത്തിക്കുത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് അനിലാണ് രാജനെ കൊലപ്പെടുത്തിയെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അനിലിനെ കണ്ടെത്താനുള്ള ഊർജിതമായ അന്വേഷണം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു 4 അംഗ സംഘത്തെ രൂപീകരിച്ചുള്ള അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. അനില് ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള മേഖല, അല്ലെങ്കിൽ എവിടെയാണ് അനിൽ ഉണ്ടാകുന്നുള്ള സാധ്യത എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരങ്ങൾ.